അല്ല കോയ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ എങ്ങനെ മാറിപ്പോയി? എങ്ങനെ? പണ്ട് നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇങ്ങനെ മതഭ്രാന്ത് തലയിൽ കയറിയിട്ട്. മതഭ്രാന്തല്ലടോ, പണ്ട് നമുക്ക് നിസ്കരിക്കാനും ഓതാനും മാത്രമേ അറിയുള്ളായിരുന്നു. ഇപ്പം നമ്മളത് പഠിച്ച് ഒരുപാട് പഠിച്ച് ഒക്കെ ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണെന്ന് ശരിക്കും ഇപ്പോഴാണ് മനസ്സിലായത്. എവിടുന്ന് പഠിച്ച്? അതോ, അത് നമ്മൾ പഠിച്ചതേ കുറേ പണ്ഡിതന്മാരുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെയല്ല. നമ്മളെ അക്ബർ സാഹിബ്, മുജാഹിദ് സാഹിബ്, അങ്ങനെ എത്ര സാഹിബുമാരാണുള്ളത്. ഓലൊക്കെ പഠിപ്പിച്ച് തന്നതാണ് ഇൽമെന്താദ്. ഓലിങ്ങനെ കിതാബിനെ കീറി മുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തരുമ്പോഴാണ് എന്താണ് ഈമാനുള്ള ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലായതെന്ന്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ദീനിയായത്. അപ്പം ദീനി ആയിരുന്നില്ലേ? എന്നാലേ ഈ നേരം മറിച്ചാ തോന്നുന്നത്. അതെന്താ നായരെ? പണ്ട് നിങ്ങൾ ഞാൻ അല്ലാണ്ട് പെരുന്നാൾ ചോറ് തിന്നേനോ? ഇല്ല, അതില്ല. നോമ്പ് തുറക്കി വിളിക്കില്ലേനോ? പിന്നെ ഞാൻ നിങ്ങൾ വരാണ്ട് ഓണത്തിന് ചോറിനായിരുന്നോ? ഇപ്പോഴെന്താവുന്നു ഇല്ലാത്തത്? അതോ, അതെന്ന് പറഞ്ഞാലേ ഇതൊക്കെ പഠിച്ച് വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ശിർക്കാണെന്ന് പഠിച്ചത്. എന്ത് ശിർക്ക്? എന്ന് കരുതി നമ്മൾ തമ്മിൽ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ കാര്യം എന്താ അറിയോ? നിങ്ങൾ ഉമ്മ മരിച്ചിട്ട് ആ മുഖം നിന്നെ കാണിച്ചില്ല. എത്ര ആ കൈകൊണ്ട് ചോറുണ്ട അറിയോ? ഞാൻ ഉമ്മ എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ, എന്നെ മോനെയും എന്നല്ലേ വിളിച്ചിട്ടുള്ളൂ. അത് നേരാ. മറ്റിയിൽ എന്താണെന്നറിയോ, ഇത് മത നിയമമല്ലേ എന്ന്. അന്യ പുരുഷന്മാർ മരിച്ചു കിടക്കുമ്പോൾ കാണാൻ പാടില്ലെന്ന്. ജീവിച്ചിരിക്കുമ്പം കാണാൻ പറ്റും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റൂല എന്ന്. നമുക്ക് അവസാനമായിട്ടൊന്ന് മുഖം കാണണ്ടായിരുന്നോ? അതൊക്കെ പോട്ടെന്ന്. ഇത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പം നമുക്ക് ഈ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞിൽ കുത്തുബ കഴിഞ്ഞിട്ട് പറയുമ്പം നമുക്ക് അനുസരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മളെ മൂസ വലിയല്ലേനോ? നമ്മളെ വയല് പറയുന്ന മനുഷ്യൻ. എന്താ മൂപ്പര വയല്? എന്താ പറഞ്ഞത്? എന്തേ പറഞ്ഞു? വേണ്ടാതിനം നടക്കുന്ന പെണ്ണുങ്ങളെ അവിടെ ചെന്നാല് മുരിക്ക് മരത്തുമ്മ കയറ്റും. അത് പറയണ്ടേ, അവിടെ വലിയ മുരുക്ക, ഇത്ര നീളമുള്ള മുള്ളാണ് അതിന്. അവിടെ ഈ വേണ്ടാധീനം ചെയ്ത പെണ്ണുങ്ങൾ ചെന്നാൽ പടച്ചറമ്പേ അതിന് മുളേക്ക് ഇങ്ങനെ തള്ളി കയറ്റും. അപ്പം ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഓലെ മുഖവും നെഞ്ചുമൊക്കെ കീറിയിട്ട് ചോര ഇങ്ങനെ ഒലിക്കും. എന്നാലേ ആ മൊയിലാരെന്ന് ചെയ്ത വേല കേട്ടിക്കണങ്ങള് എന്ത് ചെയ്യുന്നു? അന്ന് ചോറേ പാത്തിന്റെ പുറയുന്നേനു. അപ്പോഴേ ബെടക്ക് പാത്തുണ്ടേ. എന്നിട്ട് ചോറ് കഴിഞ്ഞപ്പോ മൂപ്പർക്കൊരു പൂതി വരും. എന്ത് പൂതി? ഒന്ന് പാത്തൂടപ്പനെ കിടക്കണം. അയ്യയ്യേ. എന്നിട്ട് എന്താ പാത്തു ചോദിച്ചാലേ? നിങ്ങളല്ലേ മൊലിയാരെ പറഞ്ഞത് വയലിൽ ഞങ്ങള് പിന്നെ മുറിക്ക് മരത്തിനുള്ള കയറ്റു, അങ്ങനെ ആക്കുങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ മൊലിയാർ എന്താ പറഞ്ഞത് അവളോട്? ആയിരക്കണക്കിന് പാപികളായ പെണ്ണുങ്ങൾ ഇങ്ങനെ കേറിയിട്ട് ഈ മുള്ളൊക്കെ തേഞ്ഞ് പോയി വെണ്ണ പോലെയായിന്ന്. എനക്ക് സ്വകായിട്ട് കയറാന്ന്. പടച്ചോന്, ആയിരക്കണക്കിന് ആൾക്കാർ കയറിയപ്പോൾ മുള്ളൊക്കെ തേഞ്ഞു പോയി, മിനിങ്ങിപ്പോയോ? ഇത് പാലാക്കിൻ്റെ അവനും കഞ്ഞിയായല്ലോ.